നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലാലിഗയിൽ നാളെ റയൽ മാഡ്രിഡ് റയൽ ബെറ്റീസുമായിട്ട് കളിക്കുകയാണ്. അതിനുശേഷമുള്ള കളിയാവട്ടെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ആദ്യപാദ മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ് കളിക്കാനുള്ളത്. നാളത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് കോച്ച് കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു, വിനീഷ്യസ് ഈ ടീമിനെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് അതെല്ലാവർക്കും ഒരു മാതൃകയാണ്. ഇപ്പോൾ ഫോർവേഡ്മാരൊക്കെ ഹാർഡായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നു, ടീംമേറ്റ്സിനെ സഹായിക്കാൻ തയ്യാറാവുന്നു. വിനീഷ്യസ് ആണ് ടീമിനെ ആകെ മാറ്റിമറിച്ചിരിക്കുന്നത്. വിനിയുടെ ഹാർഡ് വർക്കിനെ പ്രശംസിക്കുകയാണ് ഇവിടെ കാർലോ ആഞ്ചലോട്ടി. അതോടൊപ്പം കിലിയൻ എംബാപ്പയുടെ കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കിലിയൻ എംബാപ്പയ്ക്ക് നമുക്കറിയാം, കഴിഞ്ഞ മത്സരം കളിക്കാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല്ല് പറിച്ചത് കാരണം അദ്ദേഹത്തിന് വേദനയുടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല, കഴിഞ്ഞ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കളിയെക്കുറിച്ച് ആഞ്ചലോട്ടി പറയുന്നു, ടോട്ടലി ഫൈനാണ്. എംബാപ്പെ ടോട്ടലി ഫൈനാണ്. ഹി ഈസ് റെഡി ടു പ്ലേ വിത്ത് ഗ്രേറ്റ് എക്സൈറ്റ്മെൻറ്റ് ടു പ്ലേ എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി കിലിയൻ എംബാപ്പയുടെ കാര്യത്തിൽ പറയുന്നത്. ചുരുക്കത്തിൽ എംബാപ്പെ ഓക്കെയാണ്. എംബാപ്പെ വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി ഒരു മത്സരം കളിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്ന് തന്നെ കോച്ച് പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നോക്കുക, അടുത്ത മത്സരം റയൽ ബെറ്റീസുമായിട്ട് ലാലിഗയിലെ പോരാട്ടമാണ്. അത് കഴിഞ്ഞാലോ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള കളിക്ക് വേണ്ടി ഇപ്പോൾ ഈ കളിയിൽ പ്രധാന താരങ്ങൾ ഇറക്കാതിരിക്കുന്നില്ല. ഐ വിൽ യൂസ് ദി ബെസ്റ്റ് പോസിബിൾ 11 ടുമാറോ. കാരണം 3 പോയിന്റ് വളരെ വൈറ്റലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്യൂസ്ഡേയിലെ മത്സരത്തെക്കുറിച്ച്, അതായത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് കോച്ച് പറയുന്നത്. അത് വളരെ കറക്റ്റാണ്. കാരണം ലാലിഗയിൽ ഒപ്പത്തിനൊപ്പമല്ലേ പോരാട്ടം. ബാഴ്സക്കും റയലിനും 54 വീതം പോയിന്റുകളാണ്. അപ്പോൾ ഓരോ കളിയിലെ പോയിന്റുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.